കരുവന്നൂർ കള്ളപ്പണക്കേസിൽ നേതാക്കൾക്കൊപ്പം CPM പാർട്ടിക്കും നിയമക്കുരുക്ക് മുറുകുന്നു. CPMന്റെ പങ്ക് ED അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഇന്ന് കലൂർ PMLA കോടതിയിൽ ഹാജരാകണം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPIM നേതാക്കൾ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തെങ്കിലും 68ാം പ്രതിയായ CPIM പാർട്ടിയെ പ്രതിനിധീകരിച്ച് ആരും കോടതിയിൽ ഹാജരായിരുന്നില്ല. തുടർന്നാണ് പ്രതിപ്പട്ടികയിലുള്ള പാർട്ടിയെ പ്രതിനിധീകരിച്ച് തൃശൂർ ജില്ലാ സെക്രട്ടറിയോട് ഇന്ന് ഹാജരാകാൻ കലൂർ PMLA കോടതി നിർദ്ദേശം നൽകിയത്. പാർട്ടിയെ പ്രതി ചേർത്തത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് പാർട്ടി നേതൃത്വം ആരോപിക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ നേരിട്ട് ഹാജരാകുന്നതിൽ വ്യക്തതയില്ല. നേതാക്കളായ K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, MM വർഗീസ് എന്നിവരായിരുന്നു ഈ മാസം 4-ന് കലൂർ PMLA കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തത്. AC മൊയ്തീൻ, CPIM, MM വർഗീസ്, K രാധാകൃഷ്ണൻ എന്നിവർ 67 മുതൽ 70 വരെ പ്രതികളാണ്. കരുവന്നൂർ ബാങ്കിൽ 2012-2013 കാലത്താണ് CPIM നേതൃത്വത്തിലുള്ള ഭരണസമിതി ക്രമക്കേടുകൾക്ക് തുടക്കം കുറിച്ചത്. ഈ കാലത്താണ് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഒരു സബ് കമ്മിറ്റിയെ ബാങ്കിന്റെ ഭരണസമിതി നിയന്ത്രിക്കാൻ നിയമിച്ചത്. വലിയ വായ്പകൾ വഴിവിട്ടനുവദിക്കാൻ സബ് കമ്മിറ്റിക്ക് മേൽ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. 2017 കാലത്ത് പൊറത്തുശ്ശേരിയിൽ പാർട്ടി ഓഫീസിന് സ്ഥലം വാങ്ങി ഓഫീസ് നിർമ്മിക്കാനും നിർമ്മാണത്തിന് പണം കണ്ടെത്താനുമുള്ള തീരുമാനം പാർട്ടി തലത്തിലായിരുന്നു ഉണ്ടായത്. ജനം, കൊച്ചി.